My greetings to all the pastors and also all the believers here. നിങ്ങളെല്ലാവരോടും ചേർന്ന് ആത്മീയ കൂട്ടായ്മയ്ക്ക് ലഭിച്ച അവസരം ഒരു ഭാഗ്യകരമായ അനുഭവമായി കാണാം. I consider it as a blessed experience to worship with you all today. ഇപ്രകാരം അവസരമൊരുക്കിയ ദൈവസഭയോട് പ്രത്യേകമായ നന്ദിയും പ്രകാശിക്കുന്നു. Also, my thanks to the church for giving me this chance. എൻ്റെ പേര് നിങ്ങൾ കേട്ടതുപോലെ വിയോ വർഗീസ് എന്നാണ്. Pastor's name is Pastor Vio Varghese. മാവേലിക്കരയ്ക്കടുത്ത് ഇറവൻകര എന്നതാണ് സ്വദേശം. He's from a place near Mavelikara. 1984 ഡിസംബർ മാസം 16-ാം തീയതി ദൈവകൃപയിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. In 1984 December, I came to the faith life. മർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എനിക്ക് 2-3 ദിവസങ്ങൾക്ക് ശേഷം വിശ്വാസ സ്നാനം സ്വീകരിക്കാനിടയായി. I, who was born and brought up in a Marthoma family, was able to take water baptism after a couple of days after I got saved. 86 ജനുവരി 3-ാം തീയതി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. And then in 86 January 3rd, I was filled with the Holy Spirit. 88 മുതൽ 92 വരെ ദൈവവചനം പഠിച്ചു. 1988 through 1992, I was in the Bible college. 92 മുതൽക്ക് കർത്താവിന്റെ വേലയിൽ ഉത്തര ഭാരതത്തിലായി. 1992 onwards, I am in the ministry. 5 വർഷം മധ്യപ്രദേശിലും 8 വർഷം ഉത്തർപ്രദേശിലും 2005 തൊട്ട് മഹാരാഷ്ട്രയിലും. I was in Madhya Pradesh, Uttar Pradesh, and from 2005 onwards, I am in Maharashtra. Church of God in India Central West regionുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അതിന്റെ ശുശ്രൂഷിക്കുന്നത്. I am ministering and I am with the Church of God Western sector. ഇപ്പോൾ ബോംബെയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല റീജിയനിലെ 11 സ്റ്റേറ്റുകളിലായിട്ട് ചെയ്യുന്നു. Also, I am giving guidance to 11 states, and I am based in Bombay. 4 സ്റ്റേറ്റുകൾ പൂർണ്ണമായും ഞങ്ങളുടെ റീജിയനിൽ ഉൾപ്പെട്ടതാണ്. All those states are in our region. കൂടാതെ 5 മറ്റ് സംസ്ഥാനങ്ങൾ ഭാഗികമായും ഞങ്ങളുടെ റീജിയനോട് ചേർന്നുണ്ട്. And then 5 states partially they are with our region. ഈ 11 സ്റ്റേറ്റുകളിലും സുവിശേഷീകരണ പ്രവർത്തനത്തിന്റെയും സഭാ സ്ഥാപനത്തിന്റെയും സഭാ വളർച്ചയുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് റീജിയൻ ഏൽപ്പിച്ചിരിക്കുന്നത്. My responsibility is to plant churches and to make sure those churches are working properly. ഞങ്ങളുടെ റീജിയനിലുള്ള പകുതിയിലധികം പ്രവർത്തനങ്ങളും സ്വദേശീയരായ ജനത്തിന്റെ ഇടയിലാണ്. It is among the local people that we work the most. മറാഠി, ഗുജറാത്തി, ഹിന്ദിക്കാര് തുടങ്ങിയ ഭാഷക്കാരും ഈ സ്ഥലങ്ങളിലുള്ള ഒരു നല്ല ശതമാനം ആദിവാസികൾക്കിടയിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നു. The Marathis, the Gujaratis, and a good percentage of the tribal people, we are working among them. നിങ്ങളുടെ പ്രാർത്ഥന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യമാണ്. Soliciting your prayers for the works there. ന്യൂസുകളിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ടായിരിക്കും മാറി വരുന്ന ഇന്ത്യയിലെ സാഹചര്യങ്ങളെ കുറിച്ച്. Through the news media, you might have heard the circumstances have changed in India. ചില സ്ഥലങ്ങളിൽ സുവിശേഷീകരണം വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. It is very hard to minister in certain areas. നല്ല ശതമാനം സഭകൾക്കും സ്വന്തമായിട്ട് ആരാധനാ സ്ഥലങ്ങളില്ലാത്തവരാണ്. Many churches they don't have their own worship places. അതുകൊണ്ട് വാടക വീടുകളിൽ നിന്ന് പല സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഒഴിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ ഈ കാലത്ത് കണ്ടുവരുന്നുണ്ട്. And another tendency is that they are evicting people who have rented the facilities. നിങ്ങളുടെ വിശേഷ പ്രാർത്ഥന നിങ്ങൾ ആവശ്യമാണ്. We are soliciting your prayers for all these things. നിങ്ങളിൽ ആർക്കെങ്കിലും സുവിശേഷ വേലയിൽ ഉത്തരേന്ത്യയിൽ വന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഗതം. If any of you wants to come and minister in the northern part of India, you're welcome. സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളാണ് ഞങ്ങൾ പൊതുവെ ഓർപ്പിക്കാറുള്ളത്. We always remind people 4 things regarding the ministry. ഒന്നാമത് മിഷണറി ഗോയിങ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാം തന്നെ പോകുക. Number 1, we must ourselves go for the ministry working missions. 2, മിഷണറി സെൻഡിങ്, നാം മറ്റുള്ളവരെ അയക്കുക. And then as missionaries we should be able to send others. 3, മിഷണറി പ്രേയിങ്, സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. And next thing is to pray for the mission work. 4ാമതാണ് മിഷണറി ഗിവിംഗ് എന്നുള്ളത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുക. And the 4th thing is we have to give money for the mission work. അത് ഒന്നാമത്തേതല്ല, കൂടുതൽ
It is not the number one task, that's the fourth task. നിങ്ങളിൽ പലരും പണം പല നിലകളിൽ കൊടുക്കുന്നുണ്ടാകും. I'm sure that you might have given many in different occasions. അത് നിർത്തരുത്, കൂടുതൽ കൊടുത്തോളൂ. Don't stop it, give more. പക്ഷെ അതുകൊണ്ട് തൃപ്തി അടയരുത്. But don't be satisfied just with that. അതിനു മുമ്പുള്ള 3 കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നാലാമത്തേത് മതി. The 3 things, if you are doing the 3 things before that, then you only be in the fourth thing. ചിലപ്പോൾ എന്നെ പോലുള്ളവർ അത് പറയത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് പറയുവാൻ സന്തോഷം. Sometimes people like us won't say that, but I am only happy to remind you that. അതുകൊണ്ട് നാം ആദ്യത്തെ 3 എണ്ണം ചെയ്യുവാൻ ഒരുങ്ങിയാൽ നാലാമത്തേതിന് നമുക്ക് പ്രാഗൽഭ്യം. So if we are prepared to do the first 3 things, then we will be eligible to do the fourth thing. ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? Do we need or do we have the desire to get new souls for the church? അതിനുവേണ്ടി വില കൊടുക്കുവാൻ നാം തയ്യാറാണോ? Are we prepared to pay a price for that? അതിന് നാം തയ്യാറാണെങ്കിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന, നാം ഇഷ്ടപ്പെടേണ്ട, നാം ആഗ്രഹിക്കേണ്ട, സമർപ്പിതരാകേണ്ട ആത്യന്തികമായ വില എന്താണ്? If we are prepared for that, what is the first thing that God we should be able to give? നിങ്ങൾ നിന്ന് കേട്ടാ കൊള്ളായിരുന്നു. നമുക്ക് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി കൊടുക്കുവാൻ നാം ഇഷ്ടപ്പെടാവുന്ന ഏറ്റവും വലിയ വില എന്താണ്? What is for the salvation of others? What's the biggest price that you will be willing to give? Ourselves means മാറ്റിയിടമാണോ, ഒരു രക്തസാക്ഷിത്വമാണോ അതിന്റെ അർത്ഥം? You're talking about to become a martyr? വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം പറഞ്ഞിട്ട് ദൈവ ചിന്തയ്ക്ക് വേണ്ടി സമയത്ത് കരുതി. I want to say a few things that I have learned, and before I go into the word. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കുവാൻ നാം ഇഷ്ടപ്പെടേണ്ട ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് നമ്മുടെ തന്നെ രക്ഷയാണ്. The biggest gift that we can give for the salvation of others is our salvation itself. നമുക്കത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവം അത് വാങ്ങിച്ചിട്ട് മറ്റൊരുത്തനെ രക്ഷിക്കുന്നില്ല. God will not take it and then save others, but പക്ഷേ നാം അതിനു പോലും തയ്യാറാകത്തക്ക വിധം മറ്റുള്ളവരുടെ രക്ഷ ആഗ്രഹിക്കണം. We must be able to desire the salvation of others just like that. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ ഉണ്ടോ? You might be wondering, is there anything like that in the Bible? എന്റെ ചിന്തയല്ല, വേദപുസ്തക ചിന്തയാണ്. It's not my thought, but it's in the word. രണ്ടോ അതിലധികമോ സാക്ഷികളാൽ ഒരു കാര്യം ഉറപ്പിക്കാമെന്നാണല്ലോ വ്യവസ്ഥ. The word says that when you have 1 or 2 witnesses, you will be able to stabilize a thing. അതുകൊണ്ട് 2 തെളിവുകൾ ഞാൻ തരാം. So I'll give you 2 clues. അതിൽ പ്രസംഗിക്കുകയല്ല, ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത ഭാഗം. I just want to point it out. I don't want to preach from it. ഒന്ന് പുറപ്പാട് പുസ്തകം 32:32. And the first one is Exodus chapter 32 verse 32. മറ്റൊരാൾക്ക് അപ്പോഴേക്കും എടുക്കാവുന്ന ഭാഗമാണ് റോമാലേഖനം 9:3. Then Romans 9 verse 3. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. This is a prayerful plea of Moses. ഇസ്രായേൽ ജനത്തെ ദൈവം നശിപ്പിക്കുവാൻ ഒരുങ്ങിയപ്പോൾ മോശ പറയുകയാണ്, ഇവരില്ലാത്ത ഒരു നിത്യത എനിക്ക് വേണ്ട. Here the Lord was going to destroy the Israelites. Then Moses is interceding for them, saying that I don't want an eternity where these people are not there. ഇവരുടെ പാപം നീ ക്ഷമിച്ചില്ലെങ്കിൽ, if you don't forgive their sin, നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞേക്കാം. then blot me my name from your book. പക്ഷേ ദൈവം പറഞ്ഞ അതിൽ അടുത്ത വാക്യത്തിലുണ്ട്, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ മായ്ച്ചു കളയും. നിന്റെ തന്നെ ഞാൻ മായ്ക്കുന്നത്. But then God says, why should I blot out your name? I will only blot out the name of those who sin against me. പുതിയ നിയമത്തിലേക്ക് വരൂ, പൗലോസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. And then Romans chapter 9 verse 3. I could wish that I myself were cursed and cut off from Christ for the sake of my brothers, those of my own race, the people of Israel. Yes, പൗലോസ് പറയുകയാണ്, ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ആഗ്രഹിക്കാമായിരുന്നു. For I could wish that I myself were accursed from Christ for my brother. പൗലോസിന്റെ ചാർച്ചക്കാരായ ഇസ്രായേൽ ജാതിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി
പൗലോസ് ആഗ്രഹിച്ചപ്പോൾ അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കുമെങ്കിൽ ഞാൻ തന്നെ മാറിപ്പോകാം, എന്നാലും ഇവർ രക്ഷപ്പെട്ടാൽ മതി എന്ന് അവൻ ആഗ്രഹിച്ചു. Paul says that his own brother and the Israelites, he was pleading for their salvation. For that sake, he was willing to do anything. അതുകൊണ്ട് ഈ നിലയിൽ മറ്റുള്ളവരുടെ രക്ഷ അത് ഇവിടെയായാലും മറ്റേത് ഭൂഖണ്ഡത്തിലായാലും ആഗ്രഹിപ്പാൻ നമുക്കിടയായി. No matter where you are, we must be able to desire the same thing. ഇതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരം. This is the burden that we have for the souls. നമുക്ക് പലപ്പോഴും മറ്റുള്ളവർ സഭയിൽ വരണമെന്ന് ആഗ്രഹമുള്ളത് നമ്മുടെ സഭയോടുള്ള നമ്മുടെ സ്വാർത്ഥ താല്പര്യവും അടുത്ത സഭയോടുള്ള നമ്മുടെ അസൂയയും കൊണ്ടാണ്. Most of the time it is because of our selfish interest that we want souls to come to our church, and also because we are jealous of that other church. അത് ദൈവികമല്ല. It is not godly. എന്നാൽ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുവാൻ ഒന്ന് ദൈവത്തോടുള്ള സ്നേഹമാകട്ടെ. Then when you desire for the salvation of others, the first thing should be your love for God. രണ്ട്, നഷ്ടപ്പെടുന്നവരോടുള്ള ഇപ്പോൾ പറഞ്ഞ മോശയുടെയും പൗലോസിന്റെയും പോലെയുള്ള സ്നേഹമാകട്ടെ. And also the love that Moses and Paul had for the perishing souls. മൂന്ന്, ദൈവത്തിന്റെയും നമ്മുടെയും വൈരിയായ സാത്താനോടുള്ള വെറുപ്പും വൈരാഗ്യവുമാകട്ടെ. And because of our unhappiness towards Satan. ഈ മൂന്ന് കാരണങ്ങളാൽ വേണം മറ്റുള്ളവരുടെ രക്ഷ നാം ആഗ്രഹിപ്പാൻ. It's for these three reasons that we must be cherishing for the salvation of others. എന്തൊക്കെയാണ്? What are the three things? ഒന്ന്, Number one, ദൈവത്തോടുള്ള സ്നേഹം. the love for God. രണ്ട്, Second, നഷ്ടപ്പെടുന്നവരോടുള്ള സ്നേഹം. and also the love for those perishing souls. മൂന്ന്, ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സാത്താനോടുള്ള വൈരാഗ്യവും വെറുപ്പും. And also because of our hatred towards Satan who have enslaved these people. നമുക്ക് മറ്റുള്ളവരോടുള്ള വെറുപ്പും വൈരാഗ്യമല്ല, ശൈത്താനോടാകട്ടെ നമ്മുടെ വെറുപ്പും വൈരാഗ്യം. Our hatred should not be towards our brother but should be towards Satan. സ്തോത്രം. ആ നിലകളിൽ ആത്മാക്കളെ നേടുന്നവരായി അനേകരെ ദൈവരാജ്യത്തിന് ആദായപ്പെടുത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. May God enable and prepare us to bring more souls to His kingdom. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. For that, let's submit ourselves. നാം പെട്ടെന്ന് തിരുവെഴുത്തിന്റെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. We are going to come to the Word of God now. ദൈവവചനം വളരെ ആഴമായിട്ടുള്ളതാണ്. The Word of God is very deep. അതിന്റെ ചെറിയ ചില ഭാഗങ്ങളിലേക്ക് മാത്രമേ നമുക്ക് ഇതുവരെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ. We only was able to just scratch the surface. That's it. ഒരുപക്ഷേ നമ്മുടെ ആയുസ്സിന്റെ നാളുകളിൽ അതിന്റെ ആഴങ്ങളിലേക്ക് എത്തുക എന്നത് അസാധ്യവുമാകാം. And it might be impossible for us to go deep even in our lifetime. അതുകൊണ്ട് തൃപ്തരാകാതെ ദൈവവചനം ആരായുന്നവരായിരിക്കാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. So let's don't be ever satisfied, but help us to go deep and deep into the Word. രാവിലെ നാം ചിന്തിച്ചതുപോലെ എഴുതപ്പെട്ട വചനത്തിന്റെ ഒരു ഭാഗത്തേക്ക് വരിക. Let's come to the written Word. സാധാരണ നാം റെഫറൻസ് പറഞ്ഞു വായിക്കാറുണ്ട്. ഇന്ന് ഞാൻ വാക്യം പറയാൻ നിങ്ങൾ റെഫറൻസ് പറഞ്ഞാൽ. Normally we used to give the reference, but I'm going to say the word. You say the reference. കാരണം വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. So it's a very familiar and famous word. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. As it is written, no heart has perceived, no eyes have seen what God has prepared for those that He loves. First Corinthians chapter 2. Good. കൊരിന്ത്യർക്കുള്ള ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. First Corinthians chapter 2 verse 9. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ പലയിടത്തും ആവർത്തിച്ച് സംസാരിച്ച ഒരു സന്ദേശമാണ്. This is the word that I have spoken to many groups. ഇതും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒത്തിരി സമയമെടുത്ത് ചിന്തിക്കേണ്ടതാണെങ്കിലും നമ്മുടെ മുൻപിലുള്ള സമയത്തിന്റെ സീമയ്ക്കുള്ളിൽ നിങ്ങളോട് ആ കാര്യം പറയാം. I know that we need a lot of time to preach this word, but with the limited time that I have, I will try to finish it. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്. The Apostle Paul says these words. ആ വാക്യത്തിന്റെ ഉള്ളിലേക്ക് നാം വരുന്നതിന് മുമ്പ് രണ്ട് വാക്യങ്ങൾ കൂടെ വായിക്കാം. Before we go deep into this word, let's read two more verses. ആ വാക്യം നമ്മൾ നോക്കിയാൽ കാണാം അത് ഒരു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊട്ടേഷൻ ആയിട്ടാണ് പൗലോസ് കൊടുത്തിരിക്കുന്നത്. Here we can say that Paul was quoting this. അത് എവിടെ നിന്നായിരുന്നു? So where was he quoting this? യെശയ്യാ പ്രവചനം 64-ന്റെ 4-ാം വാക്യമാണ്.
Isaiah chapter 64 verse 4. For since the beginning of the world, man have not heard, not perceived by the ear, neither has eye seen of God. ഈ വാക്യത്തിൽ നാം കാണുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. In here we read that it's a God who wants to work something for the people who wait for him. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം. In Corinthians Paul says God who loves the people. ഒരു വാക്യവും കൂടെ സങ്കീർത്തനം 31:19. Psalms 31 verse 19. അവിടെ നാം കാണുന്നത് ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിക്കുന്ന ദൈവം. And here we read that it is for the saints that he is doing this. രണ്ടാമത് അവിടെ പറയുന്നത് തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുന്ന ദൈവം. And to those people who are good, that God will be doing good things. 4 കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിലായിട്ടുള്ളത്. 4 things are there. ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നാം കണ്ടു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം. God who prepares for those who love him. നാം യെശയ്യാവിൽ കണ്ടു ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. Isaiah says about a God who works for those who wait for him. സങ്കീർത്തനം 31 നാം 2 കാര്യങ്ങൾ കണ്ടു. അതിന്റെ 19ാമത്തെ വാക്യത്തിൽ ഒന്ന് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിക്കുന്ന ദൈവം. Psalm 31 verse 19 says 2 groups of people that he will be working for his saints. നാലാമത് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി നന്മ കരുതുന്ന ദൈവം. And number 4, he who does good things for those who trust him. നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, if we love God, അവന് വേണ്ടി ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, if we wait for his time, നാം ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുന്നെങ്കിൽ, if we are showing reverence to the Lord, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, if we trust in him, ഈ 4 കാര്യങ്ങൾ നാം ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ദൈവം ചെയ്യുന്നവനാണെന്ന് ഈ വാക്യങ്ങൾ ഉറപ്പു തരുന്നു. if we do for these 4 things, God will surely do whatever we ask. നാം മടങ്ങി കൊരിന്ത്യർ ലേഖനത്തിൽ വരിക. Let's come back to the book of Corinthians. ദൈവത്തിന്റെ കരുതൽ, God's what he cares for us. തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ടുള്ള ദൈവത്തിന്റെ ഒരുക്കം. God who prepared for those who love him. എന്താണ് ഒരുക്കിയിരിക്കുന്നത്? What is he preparing? എന്താണത്? What is that? നാം കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾ പറയുവാൻ ഇഷ്ടപ്പെടുന്നതും ഭൗതികമായ ഒരുക്കങ്ങളെ കുറിച്ചാണ്. We always want to talk about material things. കാര്യങ്ങളെ 5 ആയി നാം വിലയിരുത്തണം. We must know things in five ways. ഒന്ന് ലൗകികം. Number 1, material. worldly. A worldly thing. ലൗകികമാണത്. Number 1 is worldly. രണ്ടാമതാണ് ഭൗതികം. And secondly, material things. മൂന്നാമത്തേത് ആത്മീയം. And thirdly, spiritual. 4 സ്വർഗീയം. And 4th, heavenly things. 5 ദൈവീകം. 5 godly things. 5 കാര്യങ്ങൾ. 5 things. സകലത്തെയും നാം 5 ആയി തരംതിരിക്കണം. We must be able to categorize everything in these 5 groups. ഒന്നാമത്തേത് ലൗകികം. Number 1 will be worldly. അത് പാപമാണ്, അല്പം പോലും നമുക്ക് പാടില്ല. That is sin. We must not even have an iota of that. 2 ഭൗതികം. Number 2 is material. അത് നമുക്ക് ആവശ്യമുണ്ട്. We need it. പക്ഷേ ആവശ്യത്തിന് ആകാവും. But only as much as we need. അത് ആവശ്യത്തിന് അധികമായാൽ ലൗകികമാകും, അതുകൊണ്ട് അത് പാപമാകും. If we have more than what we need, that becomes worldly and that becomes sin. അതുകൊണ്ട് അത് ആകാം, ആവശ്യത്തിന് മാത്രം. You can have it, but only to the extent that you need it. മൂന്നാമത്തെ ആത്മീയം നല്ല കാര്യമാണ്. Third, spiritual. പക്ഷേ അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. അവിടെ കൊണ്ട് നിൽക്കരുത്. That's not your final destination. Don't just stand there. നാലാമത്തേത് സ്വർഗീയമാണ്, അതുകൊണ്ടും തൃപ്തരാകരുത്. Number 4 is heavenly. Don't be satisfied with that either. അതിനും അപ്പുറത്തൊന്നുണ്ട്. Beyond that. അതാണ് ദൈവീകം. That's godly. അവിടെയാണ് നാം എത്തിച്ചേരേണ്ടത്. And that's where we should reach. ഇന്ന് പൗലോസ് പറയുന്ന 9ാം വാക്യത്തിലെ കാര്യം ഒരുക്കം. ഇതിൽ ഏതാണ്? ഈ 5 ഏതാണ്? Among these 5, which one is Paul talking about here? ലൗകികമാണോ? Is it worldly? ഒട്ടുമല്ല. No, never. ഭൗതികമാണോ? Is it material? അല്ലെന്നേ. No. നമുക്ക് ഇഷ്ടമുള്ളത്
അത് കേൾക്കാൻ, പക്ഷെ അതല്ല. You like to hear that, but that's not it. എന്തുകൊണ്ട്? Why? 3 കാരണങ്ങൾ പറയാം. There are 3 reasons. ദൈവം ഇത് ഈ ഒരുക്കം ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. When did God prepare this? നമുക്ക് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ദൈവം ഒരുക്കിയത് എന്നാ? To those who love God, when did God prepare these things for them? 7-8 വാക്യങ്ങളൊന്ന് വായിക്കുമോ? Verse 7 and 8 says that. മതി, തൽക്കാലം അത് മതി. ലോക സൃഷ്ടിക്ക് മുമ്പേ ഒരുക്കിയ ഒരുക്കമാണത്. Before the world was created, it was prepared. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പേ നമുക്ക് വേണ്ടി ഒന്ന് ഒരുക്കിയെങ്കിൽ അത് ഭൗതികമായ കാര്യങ്ങളല്ല. If He has prepared something for us even before He created the world, that is not material. രണ്ടാമത്തെ കാരണം, The second reason, ആ ദൈവം ഒരുക്കിയിരിക്കുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. the speciality and the uniqueness of what He prepared. എന്താണ് അതിന്റെ പ്രത്യേകത? What is the uniqueness of it? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തിന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. No eye has seen, nobody has heard it, and nobody has felt in their hearts. ഈ 3 ഗുണങ്ങളുള്ള വല്ല ഭൗതിക വസ്തുക്കളും ഏതെങ്കിലും ലോകത്തുണ്ടോ? Is there anything material that denotes these 3 things? ഉണ്ടോ? ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വണ്ടി. Is there any car that you have never seen? ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വീട്, ബംഗ്ലാവ്, A house or a bungalow that you have never heard about? ഇതുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടും ചിന്തിച്ചിട്ടുമില്ലാത്ത ഏതെങ്കിലും നന്മ, Any good thing that even you have not even fathomed in your wildest imaginations? ഭൗതികമായിട്ടുണ്ടോ? Is it materially? Is it there? ഇല്ല, അങ്ങനെയൊന്നുമില്ല. There's nothing like that materially. ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്, Somebody might have seen it. ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ട്. Somebody at least have heard it. ഇത് രണ്ടുമില്ലെങ്കിലും ഏതോ ആർക്കിടെക്റ്റിന്റെ ഉള്ളിൽ, ഏതോ എഞ്ചിനീയറിന്റെ ഉള്ളിൽ, ഏതോ സയന്റിസ്റ്റിന്റെ ഉള്ളിൽ അത് ഭാവനയായിട്ട് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. If not some architect or some engineer, it might have come into his imagination at least. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം ഒരുക്കിയിട്ടുള്ള ഇത് ആരും കണ്ടിട്ടും കേട്ടിട്ടും തോന്നിയിട്ടുമില്ലാത്തത് ഭൗതികമല്ല, അതിനും അപ്പുറത്തുള്ള എന്തോ ഒന്നാണ്. So what God prepared for us is not material, it's something beyond that. മൂന്നാമത്തെ കാരണം, The third reason, ഈ ഒരുക്കം ഭൗതികമല്ലെന്നുള്ളതിന് മൂന്നാമത്തെ കാരണം, the third reason why this is not material. നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി ദൈവം തരാമെന്ന് വാക്ക് പറഞ്ഞത് എന്തൊക്കെയാണ്? What are the things that God has promised us to provide us for our material life? എന്തൊക്കെയാ കൊള്ളരുത്? എന്തോ? സ്തോത്രം. ജീവനും ഭക്തിക്കും ഉള്ളത്, അതിൽ ഭക്തി വന്നപ്പോൾ ആത്മീയമായി. ഉണ്മാനും ഉടുപ്പാനും, Everything that you get, the clothes to wear and the food to eat. ഞാൻ മലയാളത്തിൽ ഒരു വാക്യം പറയാം, നിങ്ങൾ ബാക്കി പൂരിപ്പിക്കണം. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല, മലയാളത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. മുമ്പേ അവന്റെ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾ പലതും നന്നായിട്ട് പറഞ്ഞു. എനിക്ക് പലയിടത്തും ഈ കാര്യം പറയുമ്പോൾ പറയുന്നത് അതോടുകൂടെ സകലവും കിട്ടുമെന്ന. പലരും അങ്ങനെ അനുസരിച്ചിരിക്കുന്നത് സകലവും എന്നല്ല, ഇതൊക്കെയും എന്നാണ്. In English and in the real language, it says that everything else shall be added unto you. Not everything else. All these things will be added unto you. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. All these things will be added unto you. എന്തൊക്കെ? What are these things? ഈ വാക്യം നിങ്ങൾക്കറിയാം. മത്തായി 6:33 ആണ്. Talk about Matthew chapter 6 verse 33. ഇതൊക്കെയും എന്ന് പറയുന്നതിന് മുമ്പ് 25-ാമത്തെ വാക്യത്തിലുണ്ട് ഇത് ഏതൊക്കെയാണെന്ന്. In verse 25 says what are these things? 31-ാം വാക്യത്തിലുണ്ട്. In verse 31 also it says. ഈ രണ്ട് വാക്യങ്ങൾ നാം ചിന്തിച്ചാൽ കുടിക്കാന്, കഴിക്കാന്, ഉടുക്കാന്, ഈ 3 കാര്യങ്ങളാണ്. If you meditate on these 3 verses, it says that to drink and to eat and clothes to wear. ഒന്ന് തിമോഥെയോസ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് ഉണ്മാനും ഉടുപ്പാനും എന്നാണ്. And then when you come to the chapter 6 of the first Timothy, it says that whatever you want to wear and to eat. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know whether you believe it or not. വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് മാത്രമേ നമ്മുടെ ബേസിക് നീഡ്സിൽ പെടുന്നുള്ളൂ. വീട് പോലും അതിൽ പെടുന്നില്ല. In the New Testament, only these 2 things are categorized as our basic needs. Not even a house is there mentioned there. യോജിക്കാൻ പ്രയാസം കാണും, പക്ഷേ വേദപുസ്തകത്തിന്റെ ഭാഷ. This is the word of God.
That's the language of the word of God. സ്തോത്രം. ഉണ്മാനും ഉടുപ്പാനുള്ളത്. In order to eat and to drink. ഇതിൽ രണ്ട് ചോദ്യം എനിക്കുണ്ട്. I have two questions on this. വേറെ ഒന്നിനും ഞാൻ നിങ്ങളുടെ കൈ പൊക്കിക്കുന്നില്ല. I don't want you to raise your hand for anything else. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ കൈ പൊക്കിക്കും. For these two things, I will ask you to raise your hands. ഒന്നാമത്തെ ചോദ്യം. My first question. കർത്താവ് വാഗ്ദത്തം ചെയ്തത് ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് കുടിക്കാനും കഴിക്കാനും ഉടുക്കാനും ഉള്ളത് തരാമെന്നാണ്. ഈ വാഗ്ദത്തം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുവരെ ദൈവം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഈ മൂന്നെണ്ണം കിട്ടിയിട്ടില്ലാത്തവർ കൈവക്കുക. If these things that God has promised you, that is the food, drink and clothing, if any one of you has never received this, raise your hands. അറിയില്ല, നമുക്ക് എല്ലാവർക്കും കിട്ടി. We all got it because nobody raised their hands. രണ്ടാമത്തെ ചോദ്യം. The second question. അതിന് കൈവക്കണം. You must raise your hands for that also. ഈ വാഗ്ദത്തം ചെയ്തതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുള്ളവർ കൈവക്കണം. And those who have received more than what is promised here. നമ്മൾ എല്ലാവരും ഉണ്ട്. We are all there. ഒരാൾ പോലും അതിൽ ഒഴിവില്ല. Nobody can be excluded on that. ആദ്യത്തേതിന് പൊക്കാൻ ആരുമില്ല, രണ്ടാമത്തേതിന് കൈതാത്തിനാനും അറിയില്ല. Number first question, there was nobody to raise their hands, and number two, nobody is able to put their hands down. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഭൗതികമല്ലെന്നുള്ളതിന് മൂന്നാമത്തെ കാരണമായിരുന്നു. This is the third reason why I am saying that God has not prepared anything materially for us. എന്താണ്? What is it? ദൈവം നമ്മോട് വാക്കു പറഞ്ഞതിൽ അധികം നമുക്ക് തന്നു കഴിഞ്ഞു എങ്കിൽ ദൈവം കരുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ കിട്ടിയതല്ല, കിട്ടാനിരിക്കുന്ന എന്തോ. God has provided you more than what He has promised, then this shows that He is going to give you something that He hasn't given us yet. പക്ഷെ എന്നെ പോലെയുള്ളവർ പ്രസംഗിക്കാറുള്ളത് നമ്മൾ കുഴിക്കാത്ത കിണറും പണിയാത്ത വീടും നടാത്ത തോട്ടവും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു, അത് നമുക്ക് തരും, ഇവിടെ കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഇനിയും ഉയർത്തുമെന്നുള്ളതാണ്. But preachers like us, we light up your imagination by saying or promising you that God will give you many things that you haven't even thought about. പ്രിയരെ, ഇതൊന്നും അല്ല ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. Dear brother, this is not what God has prepared for us. ഞാൻ ആദ്യമായി വിദേശത്ത് പോയ വർഷം, The first time when I went abroad, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. all the believers in my church were all excited ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാ. because I am going into the airplane for the first time. പാസ്പോർട്ട് കിട്ടിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. It was only 1 week since I received my passport. ഈ പ്രോഗ്രാം സെറ്റ് ആയതിനു ശേഷമാണ് ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തത്. After I got this program, only I applied for the passport. ഞാൻ സഭയോട് പറഞ്ഞു, എനിക്കില്ലാത്ത എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താ ഉള്ളത്? I asked my church, why you are excited if I am not excited? എന്നിട്ട് ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഗൾഫ് കൺട്രി എന്റെ ഡ്രീം ലാൻഡ്, സ്വപ്നഭൂമിയൊന്നുമല്ല. I told them that Gulf area is not my dreamland. അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, എന്നാൽ അമേരിക്ക ഭാഷ ഡ്രീം ലാൻഡ്. And then somebody said, in America might be your dreamland. ഞാൻ പറഞ്ഞു, അമേരിക്കയും എന്റെ സ്വപ്നഭൂമിയല്ല. I said, in America is not my dreamland. ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. At that time I was teaching them the book of Revelation. ഒരു ആന്റി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, സ്വർഗ്ഗമാ ഭാഷകളുടെ സ്വപ്നഭൂമി. Then one sister called out that heaven is your dreamland. ഞാൻ പറഞ്ഞു, ആന്റി അതുമല്ല. I said, no, it's not even that. നിങ്ങൾ പലരുടെയും മുഖം ചുളിഞ്ഞതുപോലെ അവിടെയും നെറ്റി ചുളിച്ചു. Just like your faces frowned, many people's faces frowned there also. ഈ ഉപദേശിക്ക് സ്വർഗ്ഗത്തിലും പോകണ്ടായോ? And they wanted, this minister doesn't even want to go to heaven either. ഞാൻ പറഞ്ഞു, സ്വർഗ്ഗം കൊണ്ട് നാം തൃപ്തിപ്പെടരുത്. I said, we must not be just satisfied with heaven only. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യമായ കരുതൽ സ്വർഗ്ഗം കൊണ്ട് തീരുന്നതല്ല. The thing that God has prepared for us will not end in heaven. സ്വർഗ്ഗത്തിനേക്കാൾ വലുതെന്നുണ്ടോ? There's something beyond heaven. ഉണ്ടോ? Is there anything beyond heaven? എളുപ്പം നോക്കിക്കോളൂ. എബ്രായ ലേഖനം 7:26. Hebrews chapter 7 verse 26. ഇങ്ങനെയുള്ള അടുത്ത വായിച്ചോളൂ. സ്വർഗ്ഗത്തെക്കാൾ ഉന്നതനായവൻ, പ്രിയരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൗകികത്തെ തുടങ്ങി സ്വർഗീയത്തിൽ കൊണ്ട് നിർത്തരുത്, അതിനും അപ്പുറം ദൈവികമായിട്ടൊന്നുണ്ടെന്ന്. So from worldly to heaven, don't stop there. There is something beyond that. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് പുഴുവും തുരുമ്പും കെടുക്കുന്ന ലോകത്തിലെ ചില താൽക്കാലിക നന്മകളല്ല. God has not prepared us any temporary riches in this world. അത്യുന്നതനായ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ ഈ മണ്ണുകൊണ്ട് തീരുന്ന
പിന്നെന്താണ് ദൈവത്തിന്റെ കരുതൽ? Then what God has prepared for you? 7-8 വാക്യങ്ങൾ വീണ്ടും പറയുന്നു. Verse 7 and 8 says like this. ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനു വേണ്ടി ദൈവം മുൻനിയമിച്ചു. He has ordained something for our glory even before He laid the foundation of the earth. അപ്പോൾ ഒന്നാമത്തെ കരുതൽ, ആത്യന്തികമായ കരുതൽ എന്റെയും നിങ്ങളുടെയും നിത്യമായ തേജസ്സിനു വേണ്ടിയുള്ള കരുതലാണ്. So first and foremost what He has prepared is the glory that He is going to give us. ഞാൻ ആവർത്തിച്ചു പറയട്ടെ സഹോദരങ്ങളെ, Let me repeat this, brothers. ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ശാരീരിക സൗഖ്യത്തിനു വേണ്ടിയുള്ളത് മാത്രമല്ല, It is not just for our healing that He has prepared things for us. അത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ തേജസ്സിനു വേണ്ടിയുള്ളത് അവൻ മാറ്റമില്ലാതെ കരുതിയിട്ടുണ്ട്. Even if we have been but we don't receive it, He has prepared that glory, unchanging glory for us. പലപ്പോഴും നാം ശാരീരിക സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. Many times we limit ourselves for the physical healing, എന്നാൽ യോബിനെ പോലുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. but we must have the same view as Job. എനിക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിലും, Even if I am not healed, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും, if my body deteriorates like that, എനിക്കൊരു കല്ലറയിൽ അടക്കപ്പെടേണ്ടി വന്നാലും, even if I am buried in a tomb, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. my Redeemer liveth. അവൻ എന്റെ കല്ലറയുടെ മേൽ പൊടിമേൽ നിൽക്കുമെന്ന് എനിക്കറിയാം. I know that He will stand on this tomb of mine. അന്ന് എന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. On that day my body will resurrect. ഇന്ന് സൗഖ്യമില്ലാതെ രോഗത്താൽ മണ്ണടിയുന്ന എന്റെ ശരീരം അന്ന് തേജസ്സോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് അവന്റെ മഹത്വമുള്ള ദേഹത്തോട് അനുരൂപമായി തീരുമെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. This body which will die will resurrect one day to see the glorious heavenly Father. ഈ തിരിച്ചറിവ് ലഭിച്ചവർ ഈ മണ്ണിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയില്ല. Those who have received this realization will not go after the worldly possessions. ഈ കാഴ്ചപ്പാട് ലഭിച്ചവർ പൗലോസ് ചെയ്തതുപോലെ ചെയ്യും. Those people who have received this insight will do the same thing that Paul did. എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്റെ പാപം മാത്രമല്ല ലാഭത്തെയും കൂടെ ഞാൻ കൂടെ ചാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയും. He said, because of the wisdom that I have gained about Jesus Christ, I consider everything as rubbish. Praise the Lord. നമ്മിൽ പലരും പാപം ഉപേക്ഷിപ്പാൻ തയ്യാറാണ്. Many of us will be, we are willing to forsake sin. പക്ഷെ ലാഭമോ? What about other prophets? അതിൽ തന്നെ പാപമല്ലെങ്കിലും ലാഭമായതുപോലും ഉപേക്ഷിച്ചിട്ട് ദൈവം മുൻകരുതിയിരിക്കുന്ന ആ തേജസ്സിനെ പ്രാപിക്കേണ്ടതിന് എന്തും ചെയ്യുവാൻ, എന്ത് വിലയും കൊടുക്കുവാൻ ഒരുക്കമായി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ കാലത്ത് ഈ ദേശത്ത് എഴുന്നേൽക്കട്ടെ. Let there be saints who are willing to travel and journey for those glorious things and mighty things that are worldly possessions. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഒരു തേജസ്സാണ്. It is the glory that God has prepared for those people who love Him. രണ്ടാമത്തെ കാര്യം, ഒരു തേജസ്സിന്റെ നായകനെയാണ് ഒരുക്കിയിരിക്കുന്നത്. And then He has given us a God of glory. നാം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചുവെന്ന്. It says that they crucified the Lord of glory. പ്രിയരേ, നാം ഇന്ന് പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരുതൽ തേജസ്സിന്റെ നായകനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്. When we look back, we can only see the cross where the Lord of glory was crucified. ദൈവമഹത്വത്തെ ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി നഗ്നനായി കാൽവറിയിൽ മരിച്ചു. He forsook for being with God, but He came down and became naked on the cross for us. എന്തിനു വേണ്ടി? For what? തേജസ് നഷ്ടപ്പെട്ട നമ്മെ ദൈവം തേജസ്സിലേക്ക് മടക്കി We വരുന്നു. who have lost that glory, to bring that glory back to us. നാം മുൻപോട്ട് നോക്കിയാൽ ദൈവം നമുക്ക് കരുതിയിട്ടുള്ള ഒരു തേജസ് കാണാം. And when we look forward, we can see a glory that's prepared for us. ആ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നവരായി നമ്മുടെ കാലം കഴിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. Let's submit ourselves so that we will be able to spend every single day in the hope of that glory. ഈ തേജസ് പ്രാപിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ്, രണ്ട് തത്വങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. I want to talk about two equations, how to receive this glory. ഒന്ന്, Number one, വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി
പാലിക്കുക. You must be holy in your individual personal life. 2 ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. Number 2, you should be able to do persecutions for Christ. നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന തേജസ് ഈ 2 കാര്യങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും. The glory that we receive in heaven will depend on these 2 things. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധിക്കനുസരിച്ചാണ് നമുക്ക് അവിടെ തേജസ് ലഭിക്കുക. Our glory will depend upon the holiness that we have when we live in this earth. 2, ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുന്ന കഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ. And the second thing is that what we suffer for Christ. ഇന്ന് ഈ പകലിൽ മറ്റെല്ലാറ്റിനെയും കുറിച്ചുള്ള പരാതികൾ നീങ്ങട്ടെ. Let all the complaints be gone. ഭൗതികം ചോദിക്കുന്നത് നിൽക്കട്ടെ. Don't ask that material things. പ്രത്യുത ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം കരുതിയ തേജസ്സിന്റെ നായകനെ പുറകോട്ട് നോക്കിയും തേജസ്സിനെ മുൻപോട്ട് നോക്കിയും കണ്ട് സന്തോഷത്തോടെ അതിൽ പ്രശംസിച്ചും പോകുക. Second thing, look back and see the Lord of glory on that cross and looking forward for that glory waiting for us. അത് പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാം. And so let us practice that holiness in our individual life to receive that glory. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാം. And to suffer for Christ. അതിനായി ആഴമായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. So let's submit ourselves completely and totally for that. തേജസ്സിന്റെ നായകൻ തേജസ്സിൽ വെളിപ്പെടാറായി. That Lord of glory is going to come and appear in glory. സഭയും തന്നോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. And the church itself will be revealed in that glory. നാം എന്ത് നേടിയെന്നറിയാം. That day we will learn what we gained. തേജസ് പ്രാപിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും വിളിക്കുക.